Hi guys, welcome back to the third video of The Danger of a Single Story, a speech delivered by Chimamanda Ngozi Adichie. Chimamanda Ngozi Adichie എന്ന നൈജീരിയൻ റൈറ്ററുടെ The Danger of a Single Story എന്ന സ്പീച്ചിന്റെ തേർഡ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. In this speech, Adichie was trying to explain the danger of a single story. Means understanding anything partially or having a one-sided story about anything. She says it's very dangerous. ഏത് കാര്യത്തെക്കുറിച്ചും അപൂർണമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ളതോ ആയിട്ടുള്ള അറിവുകളുടെ അപകടത്തെക്കുറിച്ചിട്ടാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന സ്പീച്ചിലൂടെ ചിമമൻഡ എങ്കോസി അഡിച്ചി പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് പാർട്ട് ഓഫ് ദ സ്പീച്ച്. Years later, I thought about this when I left Nigeria to go to the university in the United States. I was 19. My American roommate was shocked by me. She asked where I had learned to speak English so well and was confused when I said that Nigeria happened to have English as its official language. So Adichie says, years later, I thought about this when I left Nigeria to go to the university in the United States. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ ഈ കാര്യം വീണ്ടും ഓർത്തു. ഏത് കാര്യം? അബൌട്ട് ദ ബോയ് ഫിഡെ. ഫിഡെ എന്ന് പറയുന്നൊരു ബോയ് അവരുടെ വീട്ടുവേലയ്ക്ക് വേണ്ടി വരാറുണ്ടായിരുന്നു. ആ കുട്ടിയെക്കുറിച്ച് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരേ ഒരു സ്റ്റോറി എന്തായിരുന്നു? ദാറ്റ് ഫിഡേസ് ഫാമിലി വാസ് വെരി പുവർ. വളരെ പാവപ്പെട്ടൊരു കുടുംബമായിരുന്നു ഫിഡയുടെ ഫാമിലി എന്നായിരുന്നു അടിച്ചിക്ക് ഫിഡയെ കുറിച്ചുണ്ടായിരുന്ന ഒരേ ഒരു നോളജ്. പക്ഷെ ആ ഒരു നോളജ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അടിച്ചിക്ക് മാറുന്നത് ഫിഡയുടെ വീട്ടിൽ അവരൊരിക്കൽ പോകുന്ന സമയത്ത് അവിടെ ഫിഡയുടെ ബ്രദർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ഡൈഡ് റഫിയ. ആ ബാസ്ക്കറ്റ്സ് കാണുമ്പോഴാണ് അടിച്ച് മനസ്സിലാക്കുന്നത് ഫിഡയുടെ ഫാമിലി വെറും പുവർ മാത്രമായിരുന്നില്ല, അവൻ്റെ ബ്രദറിന് അതിമനോഹരമായ കുട്ടകൾ നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന്. സോ ഇവിടെ സമാനമായി അടിച്ച് നൈജീരിയയിൽ നിന്നും അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരുടെ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അവർക്കുണ്ടായ എക്സ്പീരിയൻസസ് ആണ് ഇവിടെ അടിച്ച് പറയുന്നത്. ഇയേഴ്സ് ലേറ്റർ ഐ തോട്ട് അബൌട്ട് ദിസ് വെൻ ഐ ലെഫ്റ്റ് നൈജീരിയ ടു ഗോ ടു യൂണിവേഴ്സിറ്റി ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഐ വാസ് 19. എനിക്ക് ആ സമയത്ത് 19 വയസ്സായിരുന്നു. ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടി നൈജീരിയ വിട്ട് അമേരിക്കയിലോട്ട് പോകുന്നു. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. ഷീ ആസ്ക്ഡ് വേർ ഐ ഹാഡ് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. എന്നെ കണ്ട് എൻ്റെ അമേരിക്കൻ റൂംമേറ്റ് ഷീ വാസ് ഷോക്ക്ഡ്. അവരൊരുപാട് ഷോക്ക്ഡ് ആയി. ബിക്കോസ് ഐ വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് സോ ഫ്ലുവൻ്റ്ലി. എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് അവരെന്ത് ചോദിച്ചു? നീ എവിടെ നിന്നാണ് ഇത്ര മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ചോദിക്കുന്നു. ആൻഡ് വാസ് കൺഫ്യൂസ്ഡ് വെൻ ഐ സെഡ് ദാറ്റ് നൈജീരിയ ഹാപ്പൻ ടു ഹാവ് ഇംഗ്ലീഷ് ആസ് ഇറ്റ്സ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ആ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യമായ നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോലും ഇംഗ്ലീഷാണ് എന്ന് കേട്ടപ്പോൾ അവരൊരുപാട് കൺഫ്യൂസ്ഡ് ആയി. ഷീ ആസ്ക്ഡ് if she could listen to what she called my tribal music and was consequently very disappointed when I produced my tape of Mariah Carey. അതുപോലെ അവർ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, if she could listen to what she called my tribal music. അവൾ എൻ്റെ അടുത്ത് എന്താവശ്യപ്പെട്ടു? എൻ്റെ ട്രൈബൽ മ്യൂസിക്, എൻ്റെ ഗോത്രവർഗത്തിൻ്റെ പാട്ട് ഒന്ന് അവൾക്ക് പാടിക്കൊടുക്കുമോ, കേൾപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ and was consequently very disappointed when I produced my tape of Mariah Carey. ആ സമയത്ത് ഞാൻ മരിയ കാരെ ഈസ് എ പോപ്പ് സിംഗർ ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ ഒരു പോപ്പ് സിംഗറായ മരിയ കാരയുടെ സോങ് ആണ് ഞാൻ അവളുടെ മുമ്പിൽ പ്ലേ ചെയ്തത്. അത് കേട്ടപ്പോൾ എൻ്റെ അമേരിക്കൻ റൂംമേറ്റ് ഒരുപാട് ഷോക്ക്ഡ് ആയി. ബിക്കോസ് ഷീ വാസ് തിങ്കിങ് അബൌട്ട് മീ ആസ് എ പേഴ്സൺ ഹു കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഐ ബിലോങ് ടു നൈജീരിയ. And she was thinking me as a person who was a tribal girl because I come from Nigeria. നൈജീരിയയിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്ന ധാരണ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരിക്കും എന്നതായിരുന്നു എന്നെക്കുറിച്ചുണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റിൻ്റെ ധാരണ. അതുകൊണ്ട് തന്നെ ഞാൻ അമേരിക്കൻ പോപ്പ് സിംഗറായ മരിയ കാരയുടെ സോങ് പ്ലേ ചെയ്തപ്പോൾ അവൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി, ഡിസപ്പോയിന്റഡ് ആയി. She had felt sorry for me even before she saw me. Her default position towards me as an African was a kind of patronizing, well-meaning pity. തൻ്റെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന റൂംമേറ്റ് അടിച്ചിയെ കാണുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് അടിച്ചോടെ ഉണ്ടായിരുന്ന ഫീലിംഗ് വാസ് എ കൈൻഡ് ഓഫ് സോറി, അയ്യോ പാവം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അടിച്ചിയെ കാണുന്നതിന് മുമ്പായിട്ട് അടിച്ചിയുടെ റൂംമേറ്റിന് തന്നോട് ഉണ്ടായിരുന്നത്. Her default position towards me as an African was a kind of patronizing. അവളുടെ എന്നോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് ആസ് എൻ ആഫ്രിക്കൻ, ഞാനൊരു ആഫ്രിക്കക്കാരി എന്ന നിലയിൽ അവൾക്ക് എന്നോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് വാസ് എ കൈൻഡ് ഓഫ് പാട്രോണൈസിങ്.
What is the meaning of patronizing? Patronize means treat in a way that is apparently kind or helpful, but that betrays a feeling of superiority. Patronize പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ, വെരി പ്രൊട്ടക്റ്റീവ് എന്നൊക്കെയാണ്. എന്നിരുന്നാലും ഹാവിങ് എ ഫീലിംഗ് ഓഫ് സുപ്പീരിയോറിറ്റി, താൻ എപ്പോഴും സുപ്പീരിയർ ആണ്, ഇവളെ ആഫ്രിക്കക്കാരിയെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവളാണ്, അവൾ വളരെ വീക്കാണ് എന്ന രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അടിച്ചോട് തൻ്റെ റൂംമേറ്റിന് ഉണ്ടായിരുന്നത്. വെൽ മീനിങ്, പിറ്റി, അവൾക്ക് എന്നോട് ദയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അയ്യോ പാവം ഒരു ആഫ്രിക്കക്കാരി എന്നുള്ള രീതിയിലുള്ളൊരു ദയ. മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക. കാരണം എൻ്റെ റൂംമേറ്റിന് ആഫ്രിക്കയെക്കുറിച്ചുണ്ടായിരുന്നത് ഒരു സിംഗിൾ സ്റ്റോറി ആയിരുന്നു. In this single story, there was no possibility of Africans being similar to her in any way. No possibility of feeling more complex than pity. No possibility of a connection as human equals. തൻ്റെ റൂംമേറ്റ് ആയിരിക്കുന്ന അമേരിക്കക്കാർക്ക് തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി, ആ സ്റ്റോറിക്കകത്ത് there was no possibility of Africans being similar to her in any way. അവൾക്കുണ്ടായിരുന്ന ആ സിംഗിൾ സ്റ്റോറിയിൽ ആഫ്രിക്കക്കാരും അമേരിക്കക്കാരും തമ്മിൽ യാതൊരു രീതിയിലുള്ള സിമിലാരിറ്റിയും, യാതൊരു രീതിയിൽ സിമിലർ അല്ല ഇവൾ ഞാനുമായിട്ട്. ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുള്ള ആളാണ് അമേരിക്കക്കാരും ആഫ്രിക്കക്കാരും എന്നൊരു സ്റ്റോറി ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത്. നോ പോസിബിലിറ്റി ഓഫ് ഫീലിംഗ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി. അതായത് എൻ്റെ നിരക്ക് പിറ്റി, ദയ എന്നുള്ള ഫീലിംഗ് അല്ലാതെ മറ്റു യാതൊരു ഫീലിംഗും എന്നെക്കുറിച്ചിട്ടുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു ആളാണ് ഒരു ആഫ്രിക്കക്കാരി. നോ പോസിബിലിറ്റി ഓഫ് എ കണക്ഷൻ ആസ് ഹ്യൂമൻ ഈക്വൽസ്. മനുഷ്യരെന്ന രീതിയിൽ യാതൊരു രീതിയിലും തുല്യമായിട്ട് കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, അമേരിക്കക്കാരും ആഫ്രിക്കക്കാരും തമ്മിൽ യാതൊരു രീതിയിലും ഹ്യൂമനായിട്ട്, മനുഷ്യരായിട്ട് പോലെ ഒരു ഈക്വാലിറ്റി ഇല്ലാത്ത ആളുകളാണ് എന്ന രീതിയിലുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ റൂംമേറ്റിന് എന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വാട്ട് അഡിച്ചി സേസ്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിഡെ എന്ന് പറയുന്ന ഹൗസ് ബോയ്, ആ ഹൗസ് ബോയെ കുറിച്ചിട്ട് അഡിച്ചിക്കുണ്ടായിരുന്ന ഒരു സിംഗിൾ സ്റ്റോറി അഡിച്ചി ഇതിനു മുമ്പ് പറയുന്നുണ്ട്. അഡിച്ചീസ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിഡെ വാസ് പോവർട്ടി, ഹൗ പുവർ ഹി വാസ്. അവൻ എത്രമാത്രം പാവപ്പെട്ടവനായിരുന്നു എന്നുള്ളൊരു സിംഗിൾ സ്റ്റോറി ആയിരുന്നു അഡിച്ചിക്ക് ഫിഡയെ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഫിഡയെ കുറിച്ച് അഡിച്ചിക്ക് എന്ത് രീതിയിലുള്ളൊരു സിംഗിൾ സ്റ്റോറിയാണ് ഉണ്ടായിരുന്നത്? അമേരിക്കയിലെ റൂംമേറ്റിനും അഡിച്ചിയെ കുറിച്ചിട്ടുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി ഏതാണ്ട് സമാനമായിരുന്നു. I must say that before I went to the US, I didn't consciously identify as African. But in the US, whenever Africa came up, people turned to me. അമേരിക്കയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ സ്വയം ഒരു ആഫ്രിക്കക്കാരി എന്ന രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ US, whenever Africa came up, people turned to me. പക്ഷേ US-ലെത്തിയതിനു ശേഷം ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോഴേക്കും ആളുകൾ എൻ്റെ നേർക്ക് തിരിയാൻ വേണ്ടി തുടങ്ങി. I did come to embrace this new identity. ഒരു ആഫ്രിക്കക്കാരി എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവ്, അതിനെ ഞാൻ സ്വയം എംബ്രേസ് ചെയ്തു. ഞാൻ ആ ഐഡന്റിറ്റിയെ സ്വയം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ആൻഡ് ഇൻ മെനി വേയ്സ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ. ഇപ്പോൾ പല രീതിയിലും ഞാനൊരു ആഫ്രിക്കക്കാരിയാണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും തുടങ്ങിയിരിക്കുന്നു. ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വൈറ്റ് ഇറിറ്റബിൾ വെൻ ആഫ്രിക്ക ഈസ് റെഫർഡ് ടു ആസ് എ കൺട്രി. പക്ഷെ ഞാൻ പലപ്പോഴും വളരെയധികം ഇറിറ്റബിൾ ആവാറുണ്ട്, അൺകംഫർട്ടബിൾ ആവാറുണ്ട്. ആഫ്രിക്കയെ വെറും ഒരു രാജ്യമായി ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. കാരണം ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അതൊരു കോണ്ടിനെന്റ് ആണ്, ഒരു ഭൂഖണ്ഡമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ അതിനൊരു രാജ്യമായിട്ടാണ് കണക്കാക്കാറ്. After I had spent some years in the US as an African, I began to understand my roommate's response to me. കുറച്ച് വർഷങ്ങൾ അമേരിക്കയിൽ ജീവിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ റൂംമേറ്റ് എന്നോട് ആ രീതിയിൽ പെരുമാറിയതെന്ന്. If I had not grown up in Nigeria, ഞാൻ നൈജീരിയയിലല്ലായിരുന്നു ജനിച്ചു വളർന്നിരുന്നതെങ്കിൽ, ആൻഡ് ഇഫ് ഓൾ ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വർ ഫ്രം പോപ്പുലർ ഇമേജസ്, ഞാനും ആഫ്രിക്കയെക്കുറിച്ച് നിലനിൽക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള ചില ഇമേജസ്, വളരെ സാമാന്യമായി ആളുകൾ കാണുന്ന ചില ഇമേജസ് ഉണ്ട് ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ. ഐ ടു വുഡ് തിങ്ക് ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്. ഞാനും ആഫ്രിക്കയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമായിരുന്നു. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ വളരെയധികം ഭംഗിയുള്ള ലാൻഡ്സ്കേപ്സ് ഉള്ള പ്രദേശങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു. ബ്യൂട്ടിഫുൾ ആനിമൽസ്, വളരെയധികം ഭംഗിയുള്ള ആനിമൽസ്, മൃഗങ്ങളുള്ള, ആൻഡ് ഇൻകോംപ്രിഹെൻസിബിൾ പീപ്പിൾ unable to speak for themselves and waiting to be saved by a kind white foreigner. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാവാത്ത ഏതെങ്കിലും ഒരു വെള്ളക്കാരൻ വിദേശി വന്ന് തങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ആഫ്രിക്കൻസ് എന്ന് ഞാൻ ആഫ്രിക്കയിലല്ലായിരുന്നു ജനിച്ചു വളർന്നിരുന്നതെങ്കിൽ ചിന്തിക്കുമായിരുന്നു. I would see Africans in the same way that I, as a child, had seen Fide's family. ഫിഡയുടെ ഫാമിലിയെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ നോക്കിക്കണ്ടുവോ സമാനമായ രീതിയിൽ ആഫ്രിക്കയെയും ഞാൻ നോക്കിക്കാണുമായിരുന്നു എന്നാണ് അഡിച്ചി പറയുന്നത്.
I began to realize that my American roommate must have, throughout her life, seen and heard different versions of this single story. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എൻ്റെ അമേരിക്കയിലെ റൂംമേറ്റ് അവളുടെ ജീവിതകാലം മുഴുവൻ ആഫ്രിക്കയെക്കുറിച്ചുണ്ടായിരുന്ന ഈ ഒരു സിംഗിൾ സ്റ്റോറിയുടെ ഡിഫറെൻറ്റ് വേർഷൻസ് അത് മാത്രമേ അവൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. A professor once told me that my novels was not authentically African. The professor told me that my characters were too much like him, an educated and middle-class man. My characters drove cars. They were not starving. Therefore, they were not authentically African. ഒരിക്കൽ അമേരിക്കയിലെ എൻ്റെ പ്രൊഫസർ എന്നോട് പറയുകയുണ്ടായി, എൻ്റെ നോവൽസ് ഒന്നും ഒതന്റിക്കലി ആഫ്രിക്കൻ അല്ല. മീൻസ് ആ ക്യാരക്ടേഴ്സിനൊന്നും ആഫ്രിക്കൻ തനിമയില്ല എന്ന്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഒത്തൻറ്റിസിറ്റി വാസ്. എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ച ആഫ്രിക്കൻ ഒത്തൻറ്റിസിറ്റി, ആഫ്രിക്കൻ തനിമ എന്തായിരുന്നു എന്ന്. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വർ ടു മച്ച് ലൈക്ക് ഹിം. പ്രൊഫസർ എന്നോട് പറഞ്ഞു എൻ്റെ ക്യാരക്ടേഴ്സ് ഏതാണ്ട് അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു എന്ന്. ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ, നല്ല വിദ്യാഭ്യാസമുള്ള മിഡിൽ ക്ലാസ് ആയിരുന്ന ആളുകൾ, സാമ്പത്തികമായി വലിയ പിന്നോക്കാവസ്ഥയില്ലാതിരുന്ന ഇടത്തരം ആളുകളായിരുന്നു എൻ്റെ ക്യാരക്ടേഴ്സ്. കൂടാതെ അവർ എഡ്യൂക്കേറ്റഡുമായിരുന്നു. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാർസ്, എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം കാർ ഓടിക്കുന്നുണ്ടായിരുന്നു. ദേ വെർ നോട്ട് സ്റ്റാർവിങ്, ആ ക്യാരക്ടേഴ്സ് ഒന്നും പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നില്ല. ദെയർഫോർ ദേ വെർ നോട്ട് ഒത്തന്റിക്കലി ആഫ്രിക്കൻ. അതുകൊണ്ട് ആ ക്യാരക്ടേഴ്സ് ഒന്നും, ഞാൻ എഴുതിയ എൻ്റെ പുസ്തകങ്ങളിലെ ക്യാരക്ടേഴ്സ് ഒന്നും ഒത്തന്റിക്കലി ആഫ്രിക്കൻ ആയിരുന്നില്ല. അവർക്കൊന്നും ആഫ്രിക്കൻ ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ പ്രൊഫസർ ചിന്തിക്കുന്നത് ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ആളുകളെ കുറിച്ചിട്ട് എഴുതുമ്പോൾ അവിടുത്തെ ആളുകളൊന്നും വിദ്യാഭ്യാസമുള്ളവരാവരുത്, അവരെല്ലാം വളരെയധികം പാവപ്പെട്ടവരും പട്ടിണി അനുഭവിക്കുന്നവരും കാറുകൾ ഓടിക്കാൻ അറിയാത്ത ആളുകളും ഒക്കെ ആയിരിക്കണം എന്നതായിരുന്നു അമേരിക്കയിലെ വെള്ളക്കാരനായിരുന്ന എൻ്റെ പ്രൊഫസർ പോലും ചിന്തിച്ചിരുന്നത്. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful, I began to think about how I could invent horrible things my parents had done to me. അടിച്ചു പറയുന്നു, കുറച്ചു കാലം മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നു, എഴുത്തുകാർക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ, നല്ല വിജയിക്കുന്ന എഴുത്തുകാരാവണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ കുട്ടിക്കാലം they should have unhappy childhoods. അവർക്ക് വളരെയധികം അൺഹാപ്പി ആയിട്ടുള്ള, വളരെയധികം ദുഃഖം നിറഞ്ഞ, വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കുട്ടിക്കാലമുള്ളവർക്ക് ഏറ്റവും മികച്ച എഴുത്തുകാരാവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ചിന്ത എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഡിച്ചിക്കുണ്ടായിരുന്ന മറ്റ് പലതരം സിംഗിൾ സ്റ്റോറീസ് പോലെ അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയായിരുന്നു ഈ കാര്യം. I began to think about how I could invent horrible things my parents had done to me. എന്നോട് എൻ്റെ പാരൻസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സ്വയം ആലോചിച്ച് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. But the truth is that I had a very happy childhood, full of laughter and love. പക്ഷെ സത്യാവസ്ഥ മറിച്ചായിരുന്നു. എനിക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ്, വളരെയധികം സന്തോഷം നിറഞ്ഞ, വളരെയധികം കളിയും ചിരിയും നിറഞ്ഞ, വളരെയധികം സ്നേഹം ലഭിച്ച ഒരു കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇൻ എ വെരി ക്ലോസ് നിറ്റ് ഫാമിലി, വളരെയധികം ഇഴയടുപ്പമുള്ള കുടുംബം, വളരെയധികം ക്ലോസ് ആയിട്ട് പരസ്പര ആളുകൾ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിരുന്ന നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു കുട്ടിക്കാലത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നിരുന്നത്. But I also had grandfathers who died in refugee camps. My cousin Paulie died because he could not get adequate health care. One of my closest friends, Oklahoma, died in a plane crash because our fire trucks did not have water. I grew up under repressive military governments that devalued education, so that sometimes my parents were not paid their salaries. കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ കണ്ടത് അടിച്ചി അവരുടെ കുട്ടിക്കാലത്തെ എത്രമാത്രം ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിക്കാലത്തിലൂടെയാണ് അവർ കടന്നു വന്നത് എന്നതായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, ഈ പാരഗ്രാഫിൽ അവർ പറയുന്നത് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നെങ്കിലും നൈജീരിയയിലെ ജീവിതം എല്ലാ അർത്ഥത്തിലും വളരെയധികം സുഖകരമായിരുന്നില്ല. തൻ്റെ രാജ്യത്തും പല രീതിയിലുള്ള പോരായ്മകളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിട്ടിരുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഒരു പാരഗ്രാഫ്. But I also had grandfathers who died in refugee camps. വളരെ നല്ലൊരു കുട്ടിക്കാലമായിരുന്നു തനിക്കുണ്ടായിരുന്നതെങ്കിൽ പോലും തൻ്റെ ഗ്രാൻഡ്ഫാദേഴ്സ് മരണപ്പെട്ടത് റിഫ്യൂജി ക്യാമ്പുകളിലാണ്, അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവർ മരണപ്പെട്ടിരുന്നത്. My cousin Paulie died because he could not get adequate health care. എൻ്റെ കസിനായിരുന്ന പോളി മരണപ്പെടാനുണ്ടായ കാരണം അവന് കൃത്യമായിട്ടുള്ള ആവശ്യത്തിനുള്ള ചികിത്സ ലഭിക്കാത്തത് കാരണമായിരുന്നു.
One of my closest friends, Oklahoma, died in a plane crash because our fire trucks did not have water. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, ഒക്ലോമ എന്ന പേരുള്ള എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മരണപ്പെടുന്നത് ഒരു പ്ലെയിൻ ക്രാഷിലായിരുന്നു. പക്ഷെ അവനെ രക്ഷിക്കാമായിരുന്നുവെങ്കിലും ആ സമയത്ത് ഫയർ ട്രക്കുകളിൽ വെള്ളമില്ലാത്തത് കാരണം, തീ അണയ്ക്കേണ്ടിരുന്ന ഫയർ ട്രക്കുകളിൽ വെള്ളമില്ലാത്തത് കാരണം എൻ്റെ സുഹൃത്ത് ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ട അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഐ ഗ്രൂ അപ്പ് അണ്ടർ റിപ്രസീവ് മിലിറ്ററി ഗവൺമെന്റ്സ് ദാറ്റ് ഡീവാല്യൂഡ് എഡ്യൂക്കേഷൻ. ഞാൻ വളർന്നു വന്നത് റിപ്രസീവ് ആയിരുന്ന, വളരെയധികം അടിച്ചമർത്തുന്ന ഒരു മിലിറ്ററി ഗവൺമെന്റിന് കീഴിലായിരുന്നു. ദാറ്റ് ഡീവാല്യൂഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ വളരെയധികം വില കുറച്ച് കണ്ട ഒരു മിലിറ്ററി ഭരണത്തിന് കീഴിലായിരുന്നു ഞാൻ വളർന്നു വന്നിരുന്നത്. സോ ദാറ്റ് സംടൈംസ് മൈ പാരൻസ് വെർ നോട്ട് പെയ്ഡ് ദർ സാലറീസ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ പാരൻസിന് കൃത്യമായി സാലറി പോലും ലഭിച്ചിരുന്നില്ല. All of these stories make me who I am. But to insist on only these negative stories is to flatten my experience and to overlook the many other stories that formed me. ഇത്തരത്തിലുള്ള എല്ലാ കഥകളും ഇവയെല്ലാമാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. പക്ഷേ ഇതിനകത്തുള്ള നെഗറ്റീവ് സ്റ്റോറീസിനെ മാത്രം എടുക്കുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളെ കുറച്ച് കാണിക്കലും ഞാനെന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച അനവധി പോസിറ്റീവ് സ്റ്റോറീസിനെ അവഗണിക്കലും ആയിപ്പോവും. The single story creates stereotypes, and the problem with stereotypes is not that they are untrue, but that they are incomplete. They make one story become the only story. ഇത്തരത്തിലുള്ള സിംഗിൾ സ്റ്റോറീസ്, ഒറ്റ കഥകൾ നമ്മുടെ മനസ്സിൽ സ്റ്റീരിയോടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റീരിയോടൈപ്സ് മീൻസ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചിട്ടോ ഒക്കെ നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള അടിയുറച്ച വിശ്വാസങ്ങളെയാണ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. And the problem with the stereotypes is not that they are untrue, but that they are incomplete. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് ആയിട്ടുള്ള കഥകളുടെ പ്രോബ്ലം അവ തെറ്റാണെന്നല്ല, പക്ഷെ അവ ഇൻകംപ്ലീറ്റ് ആണ്, അവ പൂർണ്ണമല്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചിട്ടോ വ്യക്തികളെക്കുറിച്ചിട്ടോ ഒക്കെയുള്ള ഒരു സിംഗിൾ സ്റ്റോറി, ഒരു വൺ സ്റ്റോറി, ആ സ്റ്റോറി നമ്മുടെ മൈൻഡിൽ എന്നേക്കും അവരെക്കുറിച്ചിട്ടുള്ളൊരു സിംഗിൾ സ്റ്റോറി ആയിട്ട്, ദ വൺ ആൻഡ് ഓൺലി സ്റ്റോറി ആയിട്ട്, അപൂർണമായ, പൂർണ്ണമല്ലാത്ത ഒരു ഏകവിശ്വാസമായിട്ട് എന്നും നിലനിൽക്കുമെന്നതാണ് ഈ സ്റ്റീരിയോടൈപ്സിന്റെ പ്രത്യേകത. ഇത്രയുമാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന സ്പീച്ചിനകത്ത് ചിമമന്ദ എങ്കോസി അഡിച്ചി അവതരിപ്പിച്ചിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ടേക്ക് കെയർ. ബൈ.